بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് റമദാനിൻ്റെ ഓരോ ദിവസങ്ങളും നല്ല നിലയിൽ പൂർത്തീകരിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിൽ വന്ന ന്യൂനതകളും പിഴവുകളും ഒക്കെ പരിഹരിച്ച് നാളെ നല്ലൊരു നമ്മുടെ തുലാസിൽ കനം തൂങ്ങുന്ന അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ്, ലാ തഖൂമു സ്സാഅതു ഹത്താ യുഖ്ബദൽ ഇൽമു വതൽഹറുൽ ഫിതനു. ഇൽമ് ഉയർത്തപ്പെടുകയും ഫിത്ന വ്യാപിക്കുകയും ചെയ്യുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഭൂമിയിൽ നിന്നും ഇൽമ് ഉയർത്തപ്പെടും. അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ഇൽമ് ഉയർത്തപ്പെടും. അതിന് പകരമായിട്ട് ഭൂമിയിൽ ജനങ്ങൾക്കിടയിൽ ഫിത്നകൾ വ്യാപിക്കും. എന്നിട്ട് ഖിയാമത്ത് നാൾ സംഭവിക്കുകയുള്ളൂ. അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇൽമു ഉയർത്തപ്പെടുന്ന രീതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ മിനൽ ഇബാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളിൽ നിന്നും പൊടുന്നനെ പെട്ടെന്നങ്ങ് ഇൽമിനെ ഉയർത്തുകയില്ല. മറിച്ച് വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിന്നും അടിമകളിൽ നിന്നും ഇൽമു ഉയർത്തുന്നത് ഇൽമുള്ളവരെ മരിപ്പിക്കലുള്ളവരാണ്. ഇൽമുള്ളവർ ആലിമീങ്ങൾ മരണപ്പെടും. എത്രത്തോളം എന്ന് വെച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ആലിമും ജനങ്ങൾക്കിടയിൽ അവശേഷിക്കാത്തൊരവസ്ഥ വരും. ആ സമയത്ത് ഇത്തഖദന്നാസു റൂസൻ ജുഹാല, ജനങ്ങൾ വിവരമില്ലാത്തവരെ അവരുടെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരും, അവരുടെ നേതാവായി സ്വീകരിക്കും. എന്നിട്ട് അവർ ആ അറിവില്ലാത്ത നേതാക്കന്മാരോട് ഫത്വകൾ ചോദിക്കും, ദീനിൻ്റെ കാര്യങ്ങൾ ചോദിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ ഇൽമില്ലാതെ അള്ളാഹുവിൻ്റെ ദീൻ കൈകാര്യം ചെയ്യുകയും സ്വന്തം പിഴക്കുകയും ജനങ്ങളെ പിഴപ്പിക്കുകയും ചെയ്യും. സ്വന്തം വഴികേടിലാണ് അവർ ഇൽമില്ലാത്ത കാരണത്താൽ. അതുപോലെ തന്നെ ജനങ്ങളെ അവർ വഴികേടിലാക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഈ ഉമ്മത്തിൽ നിന്നും ഇൽമു ഉയർത്തപ്പെടുന്നത്. അപ്പം പണ്ഡിതന്മാരുടെ മരണം ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ ആപത്താണ്. ഈ ഉമ്മത്തിന് അഥവാ മുസ്ലിം സമൂഹത്തിൽ നിന്ന് സമ്പത്തിൻ്റെ കുറവില്ല. അള്ളാഹു നല്ല സമ്പത്ത് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആൾബലം, നല്ല ആൾക്കാരുണ്ട്. ഓരോ ദിനേന ആൾക്കാർ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ദുനിയാവിലൊരു കുറവും മുസ്ലിം സമൂഹത്തിന് അള്ളാഹു നൽകിയിട്ടില്ല. മറിച്ച് ഈ ഉമ്മത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയ കുറവ്, ഏറ്റവും വലിയ വിടവ് അത് പണ്ഡിതന്മാരുടെ മരണമാണ്. ഒരു പണ്ഡിതൻ മരിച്ചാൽ, അള്ളാഹുവിൻ്റെ ദീൻ അറിയുന്ന, ഖുർആൻ അറിയുന്ന, സുന്നത്ത് അറിയുന്ന ഒരു ആലിമ് മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് എടുത്തു വെക്കാൻ നമുക്കൊരാളെ കിട്ടാനില്ലാത്തൊരവസ്ഥയാണ് ഇന്നുള്ളത്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ യാഥാർത്ഥ്യമാകുന്നൊരു രംഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉമ്മത്തിനെ നയിക്കേണ്ട, മുന്നിൽ നിന്ന് നയിക്കേണ്ട, അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ട പണ്ഡിതന്മാർ, ആലിമീങ്ങൾ ഓരോരുത്തരായി മരണപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പകരസ്ഥാനത്തേക്ക് വരാൻ അത്രത്തോളം ഇൽമുള്ള ആൾക്കാരെ കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥയാണ് ഇന്ന് ഉമ്മത്തിനുള്ളത്. ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, മൗതുൽ ആലിമി സുൽമത്തുൻ ഫിൽ ഇസ്ലാമി ലാ യസുദ്ദുഹാ ഷൈഉൻ. ഒരു പണ്ഡിതൻ്റെ മരണം എന്നുള്ളത് ഇസ്ലാമിൽ അംഗച്ഛേദം വരുത്തുന്നത് പോലെയാണ്. അഥവാ ഒരാളുടെ അവയവങ്ങൾ മുറിച്ചു മാറ്റിയാൽ എന്തായിരിക്കും അവസ്ഥ, അതേപോലെ ഇസ്ലാമിൻ്റെ അവയവങ്ങൾ മുറിച്ചു മാറ്റുന്നത് പോലെയാണ് ഒരു പണ്ഡിതൻ്റെ മരണം. ലാ യസുദ്ദുഹാ ഷൈഉൻ, അതിൻ്റെ ആ വിടവ് നികത്താൻ മറ്റൊന്നിനെ കൊണ്ടും കഴിയില്ല. ഉമ്മത്തിനെ മുന്നിൽ നിന്ന് നയിക്കാൻ ഖുർആനും സുന്നത്തും പറഞ്ഞ് അവർക്ക് മാർഗനിർദ്ദേശം നൽകി മുന്നിൽ നിന്ന് നയിക്കേണ്ട ഒരു ആലിമ് മരണപ്പെട്ടാൽ അത് വലിയൊരു വിടവാണ്.
അത് മറ്റൊന്നിനെ കൊണ്ടും നികത്തപ്പെടുകയില്ല, പരിഹരിക്കപ്പെടുകയില്ല. ഇൽമിനെ കൊണ്ടല്ലാതെ, ഇൽമ് പഠിച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് മറ്റുള്ളവർ എത്തുന്നത് കൊണ്ടല്ലാതെ അത് പരിഹരിക്കപ്പെടുകയില്ല. അപ്പോൾ ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടം പണ്ഡിതന്മാരുടെ മരണമാണ്, അറിവുള്ളവരുടെ മരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഭൂമിയുടെ 2 ഭാഗങ്ങൾ ചുരുക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അവലം യറൗ അന്നാ നഅതിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ, ഭൂമി അതിൻ്റെ ഇരുവശങ്ങളിൽ നിന്ന് നാം ചുരുക്കിക്കൊണ്ടേയിരിക്കുന്നു. ഈ ആയത്തിന് ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം നൽകിയ തഫ്സീർ ഹുവ മൗതുൽ ഉലമായി, ജനങ്ങൾക്കിടയിലുള്ള പണ്ഡിതന്മാരുടെ മരണത്തെയാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. പണ്ഡിതന്മാർ മരിക്കുന്നതോട് കൂടിയിട്ട് അദ്ദേഹം വഹിച്ചിരുന്ന വലിയൊരു ഇൽമ് ഈ ഉമ്മത്തിൽ നഷ്ടപ്പെടുകയാണ്. ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾക്ക് എത്താൻ കഴിയുന്നല്ല ഇൽമിൻ്റെ വിഷയത്തിൽ. ഇൽമുള്ള ആൾക്കാർ കുറഞ്ഞുകൊണ്ടേയിരിക്കുക, ആലിമീങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുക. കുറേ ആൾക്കാർ പേരിന് പറയുന്നുണ്ടെങ്കിലും ഇൽമിൽ അത്രത്തോളം ദറജയിൽ അവർക്ക് ഉയരാൻ കഴിയാത്തൊരവസ്ഥയാണ് എന്നുള്ളത്. അവർ പഠിക്കണം, ഇൽമു പഠിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൗതു അൽഫി ആബിദിൻ അഹ്വനു മിൻ മൗതി ആലിമിൻ ബസീരിൻ ബിഹലാലില്ലാഹി വഹറാമി. 1000 ആൾക്കാർ മരിക്കുന്നതിന് തുല്യമാണ്, സാധാരണ ജനങ്ങൾ മരിക്കുന്നതിന് തുല്യമാണ് ഖുർആനും സുന്നത്തും അറിയുന്ന ഒരു ആലിമ് മരണപ്പെടുന്നത്. ഒരു ആലിമ് മരിക്കുന്നത് ആ സമൂഹത്തിലെ 1000 സാധാരണ ജനങ്ങൾ മരിക്കുന്നതിന് തുല്യമാണ്. അത്രയും ഗൗരവത്തിൽ കണ്ടിരുന്നു പണ്ഡിതന്മാരുടെ മരണത്തെ. വലിയ നഷ്ടമാണ്, തീരാത്ത നഷ്ടമാണ്. അതുകൊണ്ട് പഠിച്ച് നമ്മൾ ആ ദറജയിലേക്ക് എത്തണം. ഇൽമ് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. ഇൽമ് അമ്പിയാക്കളുടെ വറസത്തായിട്ട് നമുക്ക് ലഭിച്ചതാണ്. കൈമാറ്റം ചെയ്യപ്പെട്ട് നമുക്ക് ലഭിച്ച ഇൽമാണത്. അത് നമ്മളിലൂടെ അത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ നാം ഉണ്ടാക്കരുത്. നമ്മൾ ഇൽമ് പഠിച്ച് ഇസ്ലാമിനെ നാം താങ്ങായി നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു പറയാണ്, അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന് അള്ളാഹു സാക്ഷിയാണ്. രണ്ടാമത് അള്ളാഹ് എണ്ണിയത് വൽ മലായിക, മലക്കുകളാണ് അല്ലേ? രണ്ടാമത്തത് മലക്കുകളാണ്. മൂന്നാമത്തത് വ ഉലുൽ ഇൽമി, ഇൽമുള്ളവരാണ്. ആദ്യം അള്ളാഹുവിനെ പറഞ്ഞു, രണ്ടാമത് മലക്കുകളെ പറഞ്ഞു, മൂന്നാമത്തത് ഇൽമുള്ളവരെ പറഞ്ഞു, ആലിമീങ്ങളെ പറഞ്ഞു. ഇതിൽ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി നൽകിയ തഫ്സീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന് ആദ്യം സാക്ഷ്യം പറയുന്നത് അല്ലാഹുവാണ്. അതിനുശേഷം മലക്കുകളെ പറഞ്ഞു. മലക്കുകൾ ആകാശത്തിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടരായ സൃഷ്ടിയാണ്. ആകാശത്തിൽ ജീവിക്കുന്ന വസിക്കുന്ന ആൾക്കാരിൽ ഏറ്റവും ശ്രേഷ്ഠമായവർ മലക്കുകളാണ്. മൂന്നാമത് ഉലുൽ ഇൽമി, ഇൽമുള്ളവരെ പറഞ്ഞു. ഇൽമുള്ളവർ ഭൂമിയിൽ ജീവിക്കുന്ന ഏറ്റവും ഫദ്ലുള്ളവരാണ്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലൗ കാന അഹദുൻ അശ്റഫ മിനൽ ഉലമാഇ ലഖറനഹുമുല്ലാഹു ബിഇസ്മിഹി വൽ വസ്മി മലായികതിഹി. ഈ ഭൂമിയിൽ ജീവിക്കുന്നവരിൽ ഉലമാക്കളെക്കാൾ ശ്രേഷ്ഠമായ ഒരു വിഭാഗമുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാമതായിട്ട് അവരുടെ പേര് പറയുമായിരുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആലിമീങ്ങളുടെ പേരാണ് പറഞ്ഞത് മൂന്നാമതായിട്ട്. അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നവർ ഏറ്റവും ഫദ്ലുള്ളവർ അവരാണ്. അതിൽ അമ്പിയാക്കന്മാർ പെട്ടു, എല്ലാവരും പെട്ടു. അത്രയും ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ് നാം കൊണ്ട് നടക്കുന്നത്. കേവലം അതൊരു പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കുന്നൊരു രീതിയാക്കി മാറ്റരുത്. വലിയ ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. ഈ ഉമ്മത്തിന് നയിക്കേണ്ടവരാണ് നാം. ദീൻ പഠിച്ച്, ഖുർആൻ പഠിച്ച്, സുന്നത്ത് പഠിച്ച് വഴിതെറ്റിപ്പോകുന്ന ഉമ്മത്തിന് നേരായ മാർഗത്തിലേക്ക് നയിക്കേണ്ട ഒരു വലിയ ഇമാമിങ്ങളാകേണ്ടവരാണ് നാം. അതുകൊണ്ട് ഇതൊന്നും ഒരു കളി തമാശയിലൂടെ തള്ളി നീക്കേണ്ട ജീവിതമല്ല ഇത്. മറ്റുള്ള കോളേജുകൾ പോലെ ഹോസ്റ്റൽ ജീവിതം കളി തമാശയിലൂടെ തള്ളി നീക്കുന്ന ഒരു രംഗം നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തള്ളി സമയം നീക്കേണ്ട ഒരു രംഗമല്ല നമുക്കുള്ളത്. വലിയ ഗൗരവത്തിൽ സമയത്തെ കാണുക, സമയത്തെ ഉപയോഗപ്പെടുത്തുക, അള്ളാഹുവിൻ്റെ ദീൻ അള്ളാഹുക്ക് വേണ്ടി പഠിക്കുക, ഇഖ്ലാസോടുകൂടി പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല നിലയിൽ ദീൻ പഠിച്ച് നല്ല ഇമാമിങ്ങളായി ജനങ്ങളെല്ലാവരെയും നേർമാർഗത്തിലേക്ക് നയിക്കുന്ന നല്ല ആലിമികളായി നാം എവരെയും സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.